മെറ്റനോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ആത്മീയ വരൾച്ച അല്ലെങ്കിൽ സ്പിരിച്വൽ ഡ്രൈനസ് അതിനെക്കുറിച്ചാണ്. ഇന്ന് ഇത് പറയാനുള്ള കാര്യം, ഇന്ന് പലരും ഫോണിലൊക്കെ വിളിച്ചിട്ട് പറയുന്നു പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, അതുപോലെ നാക്ക് കെട്ടപ്പെട്ടതുപോലെ തോന്നുന്നു, ക്രിസ്തീയ ജീവിതത്തിലൊരു വരൾച്ചയുടെ അനുഭവം, എന്താണ് ഇതിന് കാരണം, വല്ലാത്തൊരു പ്രയാസം, പ്രാർത്ഥിക്കുമ്പം പെട്ടെന്ന് ഉറങ്ങിപ്പോകുന്നു, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ദൈവവചനം വായിക്കാൻ പറ്റുന്നില്ല, അതുപോലെ ഒരു വേറെയൊക്കെ ചില ശബ്ദങ്ങൾ കേൾക്കുന്നു, പിന്നെ മനസ്സിങ്ങനെ വേറെ വഴിയിലേക്ക്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മനസ്സ് വേറെ പല കാര്യങ്ങളിലേക്ക് പോകുന്നു, വേണ്ട രീതിയിലൊരു കോൺസെൻട്രേഷൻ ഇല്ല, ഒരു വളർച്ചയില്ല, അന്യഭാഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ അത് കിട്ടുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഇന്ന് പലരും പറയുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഉത്തരമായിട്ടുള്ള ഒരു എപ്പിസോഡ്, ഇത് 1-2-3 എപ്പിസോഡിൽ തീരുമാനമായിരിക്കാം. എന്തായാലും ആത്മീയ വരൾച്ചയെക്കുറിച്ചും അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചും അതിൽ നിന്ന് എങ്ങനെ നമ്മൾ പുറത്തു വരാം എന്നുള്ളതിനെക്കുറിച്ചുമാണ് നമ്മൾ ഈ ദിവസങ്ങൾ ചിന്തിക്കുന്നത്. ഒരു കാര്യം നമ്മൾ പ്രത്യേകം ചിന്തിക്കേണ്ട കാര്യം, ഈ ആത്മീയ ജീവിതത്തിൽ ആത്മീയ വരൾച്ച ഉണ്ടാകുന്ന കാര്യം നിങ്ങളൊരു വിശ്വാസി ആയതുകൊണ്ടാണ്, അല്ലേ? അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം പോലും ഇല്ലല്ലോ. എൻ്റെ ജീവിതത്തിൽ ഒരു ആത്മീയ വരൾച്ച ഉണ്ടാകുന്നുവെന്ന് നിങ്ങൾ ചിന്തിക്കുന്നതിൻ്റെ കാരണം തന്നെ നിങ്ങൾ വീണ്ടും ജന്മം പ്രാപിച്ചൊരു വിശ്വാസിയാണ് എന്നുള്ളതുകൊണ്ടാണ്. നമുക്ക് പൊതുവേ ജനറലി അറിയാം, നമുക്ക് സീസൺസ് ഉണ്ട്, അല്ലേ? നമുക്ക് സാധാരണ കാലങ്ങൾ ഓട്ടം, സ്പ്രിങ്, സമ്മർ, വിൻ്റർ എന്നൊക്കെ പറഞ്ഞ സീസൺസ് ഉള്ളതുപോലെ കർത്താവിൻ്റെ മക്കൾക്കും പല സീസൺസ് ഉണ്ട്. ചില സീസൺസ് പോലെയല്ല അടുത്ത സീസൺ. ചിലതിലൊക്കെ വരൾച്ച വരും, ചിലതിലൊക്കെ സമൃദ്ധി വരും, അങ്ങനെയൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഈ ആത്മീയ വരൾച്ച എന്ന് പറയുന്നത് ഇതുപോലെ ഒരു സീസണാണ് എന്ന് നമ്മൾ ചിന്തിക്കാം. അത് വേറെ രീതിയിൽ പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്ലേസ്, നമുക്കൊരു സ്റ്റേറ്റ് ഓഫ് യുവർ സ്പിരിറ്റ്, നമ്മുടെ സ്പിരിറ്റിൻ്റെയും ആത്മാവിൻ്റെയും അതുപോലെ ദേഹിയുടെയും ഒരു സ്റ്റേറ്റ്, ഒരു അവസ്ഥയാണ്. എന്താണ്? ദൈവവുമായിട്ടുള്ള ഇൻറ്റിമസി ഇല്ലാത്തിരിക്കുന്ന ഒരവസ്ഥ. നമ്മുടെ ആത്മാവിൻ്റെയും ദേഹിയുടെയും കർത്താവിനോട് ചേർന്നിരിക്കാൻ പറ്റാത്ത ആ ഇൻറ്റിമസി ഇല്ലാതെ ഇരിക്കുന്ന ഒരവസ്ഥയ്ക്കാണ് ആത്മീയ വരൾച്ച എന്ന് പറഞ്ഞത്. അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഞാൻ വേറൊരു ഉദാഹരണം എടുക്കാം. കല്യാണം കഴിഞ്ഞിട്ട് ഭാര്യ ഭർത്താക്കന്മാർ ആ ഫിസിക്കൽ ഇൻറ്റിമസി കൂടുതലായിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയത്തില്ല. മധുവിധുവിന് പോകുന്നു, കറങ്ങാൻ പോകുന്നു, രണ്ടുപേർക്കും ഒരു കംപ്ലൈൻറ്റും ഇല്ല. ഭർത്താവ് എന്തെങ്കിലും പറഞ്ഞാൽ പോലും ഒരു കംപ്ലൈൻ്റ് ഇല്ല. രണ്ടുപേരും ഭയങ്കര സ്നേഹത്തിലെ ഇൻറ്റിമസിയിലിരിക്കുന്നു. കാരണം പറയുന്നത് കേൾക്കും, ഓക്കെ, സ്വീറ്റ്, എല്ലാം സ്വീറ്റ്. എന്നാൽ ഒരു കുഞ്ഞുണ്ടായി, 2 കുറച്ച് കാലം കഴിയുമ്പോൾ ഇൻറ്റിമസി കുറഞ്ഞു വരും. ഇത് ഒരു ഫിസിക്കൽ റിലേഷനാണ്, എന്നാൽ പോലും ഇപ്പം വലിയ താല്പര്യമില്ല. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിൽ ഊഷ്മളത കുറഞ്ഞു പോകും. അങ്ങനെ പറയുന്നതാണ് കുറച്ച് നല്ലത്. ഇത് ആത്മീയമായിട്ടുള്ളതായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോഴേ കർത്താവുമായിട്ടുള്ള ഒരു ഇൻറ്റിമസി കുറഞ്ഞു വരുന്നു. നേരത്തെ പറഞ്ഞ നാവിന് കെട്ടുവരുന്നു, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ഉത്തരം കിട്ടുന്നില്ല, ബൈബിൾ ധ്യാനിക്കാൻ പറ്റുന്നില്ല, യേശുവിൻ്റെ സാന്നിധ്യം ഇല്ലാതെയാവുന്നു. ഞാൻ ചിലപ്പോഴൊക്കെ ഒറ്റയ്ക്കാണല്ലോ എന്നുള്ള പ്രതീതി വരും. അപ്പോൾ നമ്മുടെ ആത്മാവിൻ്റെയും ദേഹിയുടെയും ഒരു സ്റ്റേറ്റ് യേശുവുമായിട്ടുള്ള കർത്താവുമായിട്ടുള്ള ഇൻറ്റിമസി ഇല്ലാതെ ഇരിക്കുന്ന ആണ് ആത്മീയ വരൾച്ച എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ വേറൊരു ഡയമെൻഷൻ, ലൂസിങ് ഡയറക്ഷൻ ഇൻ സ്പിരിറ്റ്. ആത്മാവിൽ ഡയറക്ഷൻ ഇല്ലാതെ പോകും. നേരത്തെ സംസാരിച്ചിട്ടുള്ളതാണ്, ദൈവം നമുക്ക് ആത്മാവിലാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. പണ്ട് ചർച്ചിൽ പോയി നല്ലതുപോലെ ആരാധിച്ച വ്യക്തിയാണ്, ഇപ്പോൾ എന്തോ ഒറ്റയ്ക്കായതുപോലെ. അതാണ് ഒരു സിംറ്റമായിട്ട് പറയാനായിട്ടുള്ളത്. നമുക്ക് വി ആർ ഇൻ ദ
സ്പിരിച്വൽ ഡ്രൈനസ്. നമ്മൾ സ്പിരിച്വൽ ഡ്രൈനസ്. മൂന്നാമത്, നമ്മുടെ എബിലിറ്റി, നമ്മുടെ കഴിവ് നഷ്ടപ്പെടുന്നു. ദൈവത്തിൽ നിന്ന് കേൾക്കാനും കാണാനുമുള്ള കഴിവ് നഷ്ടപ്പെടുന്നു. സാധാരണ എങ്ങനെയാണ് നമ്മൾ കേൾക്കുന്നത്, കാണുന്നത്? നമ്മൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് ദൈവവചനത്തിൽ കൂടിയും അല്ലെങ്കിൽ സ്വപ്നങ്ങൾ കൂടി ദർശനങ്ങൾ കൂടി ഒക്കെ ആണ് കാണുന്നത്. ഇതെല്ലാം ട്രൈ ആവുന്നു. ഒന്നുമില്ല, സ്വപ്നമില്ല, ദർശനമില്ല, ദൂതനെ കാണുന്നില്ല, നേരത്തെ കണ്ടതാണ് ഇപ്പം കാണുന്നില്ല, സ്പിരിച്വൽ ഡയമെൻഷനിലേക്ക് കയറാൻ പറ്റുന്നില്ല. ഇങ്ങനെയുള്ള ഒരു ഡ്രൈനസ്. നാലാമത്തെ കാര്യം, ഞാനിതിൻ്റെ ഓരോ ഡയമെൻഷൻ പറയാം. ഐ ഡോണ്ട് ഫീൽ ദ പ്രസൻസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം എന്ന് പറഞ്ഞാൽ രണ്ട് സാന്നിധ്യമുണ്ട്. ഒന്ന് ആക്റ്റീവ് പ്രസൻസും ഒന്ന് പാസീവ് പ്രസൻസും. അതൊരു വലിയ സബ്ജക്റ്റാണ്, അത് പിന്നെ ഒരു ദിവസം പറയാം. ദൈവം എല്ലായിടവും ഉണ്ടല്ലോ, ഓംനിപൊട്ടൻ്റ് ആണ്, ദൈവം എല്ലായിടവും ഉണ്ട്. അതാണ് പാസീവ് പ്രസൻസ്. അതെല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. എന്നാൽ ആക്റ്റീവ് പ്രസൻസ്, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ അനുഭവേദ്യമായ സാന്നിധ്യം, അത് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അവിശ്വാസവും സംശയവുമൊക്കെ ധാരാളം വന്നു കയറുന്ന അവസ്ഥ. ഇതാണ് നാലാമത്തെ ഒരു ഡയമെൻഷൻ. അഞ്ചാമത്തെ ഒരു ഡയമെൻഷൻ, ഐ കനോട്ട് ഹാവ് ദ ഫെലോഷിപ്പ് വിത്ത് ദ ലോർഡ്. ദൈവവുമായിട്ടൊരു കൂട്ടായ്മ അനുഭവം എനിക്ക് കിട്ടുന്നില്ല. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പ്രാർത്ഥനയെ സംസാരിക്കുകയും എന്നെ ദൈവം എൻകറേജ് ചെയ്യുകയും എൻറിച്ച് ചെയ്യുകയും ഞാൻ ബലപ്പെടുകയും ഓരോ ലെവലിൽ വളരെയൊക്കെ ചെയ്യുന്ന ഒരു അനുഭവം എന്നില്ലാതെ പോകും. ഇതിനൊക്കെയാണ്, ഈ 5 ഡയമെൻഷനിലാണ് നമ്മൾ പൊതുവെ സ്പിരിച്വൽ ഡ്രൈനസ് എന്ന് പറയുന്നത്. നിങ്ങൾക്കത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് നമ്മൾ വിശകലനം ചെയ്യുമ്പോഴേ, ഈ സ്പിരിച്വൽ ഡ്രൈനസ് ഈസ് കോസ്ഡ് ബൈ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് ചിലപ്പോഴേ സ്പിരിച്വൽ ഡ്രൈനസ്സും ഉണ്ട്. അങ്ങനെ ഉണ്ടല്ലേ? ചിലപ്പോൾ നിങ്ങളൊരിക്കലും പരിശുദ്ധാത്മാവ് എങ്ങനെ സ്പിരിച്വൽ ഡ്രൈനസ്സും ഉണ്ട്, നമുക്ക് അതിൻ്റെ ഡീറ്റെയിലേക്ക് വരാം. രണ്ടാമത്, ഡെവിൾ എന്ന് പറഞ്ഞാൽ പിശാച് സ്പിരിച്വൽ ഡ്രൈനസ് കൊണ്ടുവരും. മൂന്നാമത്, നമ്മുടെ ലൈഫിലുള്ള ഡിസിപ്ലിൻ മോശമാകുമ്പോഴേ, ലാക്ക് ഓഫ് ഡിസിപ്ലിൻ, നമ്മൾ തോന്നിയ രീതിയിൽ അങ്ങോട്ട് ജീവിച്ചു പോയാൽ, ക്രിസ്തീയ ജീവിതത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയാൽ, നമ്മൾ ചില കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാതെ പോയാൽ അവിടെ ഒരു സ്പിരിച്വൽ ഡ്രൈനസ് വരും. നാലാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സെക്ച്വൽ സിൻസ്. ലൈംഗിക പാപങ്ങൾ നമ്മൾ അതിലകപ്പെട്ടു. ലൈംഗിക പാപങ്ങളെല്ലാം തന്നെ ഡ്രൈനസ് ഉണ്ടാക്കുന്നതാണ്. എന്നാൽ ഈ ലൈംഗിക പാപങ്ങളിലേക്ക് കയറി കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ അതിൽ നിന്ന് നമുക്ക് പുറത്തു വരാൻ വയ്യാതെ നമ്മൾ കെട്ടപ്പെട്ടു പോകും. ഇങ്ങനെയൊക്കെയുള്ള റീസൺസാണ് പൊതുവേ. ഈ 4 റീസണാണ്. ഈ 4 റീസൺ നമ്മൾ അഡ്രസ്സ് ചെയ്യും. ഇങ്ങനെയാണ് നമുക്കൊരു സ്പിരിച്വൽ ഡ്രൈനസ് വരുന്നത് നമ്മൾ ഓർക്കുക. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു യാത്രയാണ്. ആ യാത്രയെന്ന് പറഞ്ഞാൽ ജനിച്ചിരുന്നാൽ അതുപോലെ ഇരിക്കുകയല്ല, അവിടെ നിന്ന് നമ്മൾ വളരണം. എന്നുവെച്ചാൽ പാല് അല്ല കുടിക്കേണ്ട, കട്ടിയുള്ള ആഹാരങ്ങൾ കഴിക്കണം. കഴിച്ച് നമ്മൾ കർത്താവിനെ പോലെ അനുരൂപരായി തീരുന്നത് പോലെ നമ്മൾ ദിനം പ്രതി വളരണം. അത് കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ അത് പലപ്പോഴും നമ്മൾ ചെയ്യാതെ, നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ, നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരം വരാതെ ഇരിക്കുന്ന ഒരു അനുഭവം വന്നു കഴിഞ്ഞാൽ അതൊരു സ്പിരിച്വൽ ഡ്രൈനസ് ആണ്. എന്നാൽ അങ്ങനെയല്ല ദൈവം നമ്മളെക്കുറിച്ച് വളരാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇന്നലെ ആഹാരം കഴിച്ചവർ ഇന്നും ആഹാരം വേണം, നാളെയും വേണം. ബോഡിക്ക് ആവശ്യമുള്ളതുപോലെ തന്നെ നമ്മുടെ സോളും നമ്മുടെ ദേഹിയും ആത്മാവും ദിനം പ്രതി രൂപാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കണം. ആത്മാവിനകത്തും എഡിഫിക്കേഷൻ ആവശ്യമാണ്. കാരണം ആത്മാവിൻ്റെ ബലം അങ്ങനെയാണ്. വ്യക്തിപരമായ ലൈഫിൽ നിങ്ങളെ തന്നെ പഠിപ്പിക്കണം. വ്യക്തിപരമല്ല, അതെങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? ദൈവവചനത്താൽ. ദൈവദാസന്മാർ നിങ്ങൾക്ക് പഠിപ്പിക്കണം, ദൈവവചനത്താൽ നിങ്ങൾ പഠിപ്പിക്കണം, പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കണം. നിങ്ങൾക്ക് വേണ്ടി ആരെങ്കിലുമൊക്കെ ദൈവദാസന്മാരെ ചില സമയങ്ങളിൽ കണക്ട് ചെയ്യപ്പെടും. അത് നിങ്ങൾ വിശ്വസിക്കണം. പലരുടെയും ജീവിതത്തിൽ ഈ ദൈവദാസന്മാർ കണക്ട് ചെയ്യപ്പെടുന്നു എന്ന് നമ്മൾ മറന്നു പോകരുത്. ഇപ്പം തന്നെ ഈ
എപ്പിസോഡുകൾ നിങ്ങൾ കാണുകയും അല്ലെങ്കിൽ ഈ മെറ്റനോയ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും കാണുകയൊക്കെ ചെയ്ത് ഒരു ഒരു എന്താ ഒരു ഹാപ്പൻച്വലായിട്ട് അങ്ങനെ അങ്ങ് വന്നു അങ്ങനെ കണ്ടു എന്നുള്ളതല്ല. അത് നിങ്ങൾക്ക് വേണ്ടി ചിലപ്പം എന്നെ ദൈവം അയച്ചതായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുക. നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് വേണ്ടി ചിലപ്പം ദൈവം എന്നെ അയച്ചതാണെന്ന് ഞാനങ്ങ് വിശ്വസിക്കുക. അതുകൊണ്ട് ഈ നാളുകളിലെ ഈ നിങ്ങളുടെ വ്യക്തിപരമായ ലൈഫിൽ ഒരു എഡിഫിക്കേഷൻ ആവശ്യമാണ്. അതിനുവേണ്ടിയാണ് നിങ്ങളിത് കാണാനായിട്ട് ഇടവന്നത്. നമുക്ക് പെട്ടെന്ന് പോകാം. സ്പിരിച്വൽ ഡ്രൈനസ് കോസ്ഡ് ബൈ ഗോഡ്, ദൈവത്തിൽ നിന്നുള്ള സ്പിരിച്വൽ ലൈറ്റ്നസ്. നമുക്കറിയാം നമ്മുടെയൊക്കെ അൾട്ടിമേറ്റ് പർപ്പസ് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഒരു യേശുക്രിസ്തുവിൻ്റെ അതേ ക്രൈസ്റ്റ് ലൈക്നെസ് വരണം. അത് ആ രീതിയിലാണ് നമ്മൾ ജീവിക്കേണ്ടത്, ആ രീതിയിലാണ് നമ്മളെ മോൾഡ് ചെയ്യുന്നത്. അതിന് നമ്മൾക്ക് വ്യത്യസ്തമായിട്ടുള്ള സീസണൽ ദൈവം തരും. ആത്മീയ ഉയർച്ചകളുമുണ്ട്, ആത്മീയ താഴ്ച എന്ന് പറഞ്ഞാൽ താഴാനുള്ള സാധ്യതയുണ്ട് ചില സീസണുകൾ. അതുകൊണ്ട് ആത്മീയ ഉയർച്ചകളുണ്ട്. ഉയർന്നു പോകാനായിട്ട് കർത്താവിനെ പോലെ അനുരൂപരായി തീരാനായിട്ട് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. 1 യോഹന്നാൻ 3:2 ഇങ്ങനെയാണ് പറയുന്നത്: പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകും എന്ന് ഇതുവരെ പ്രത്യക്ഷനായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതുകൊണ്ട് അവനോട് സദർശന്മാരാകും. അവനോട് സദർശ്യരാകാനായിട്ട് ദൈവം നമ്മളെ ആക്കിയിരിക്കുക. അത് നമ്മൾ പൂർണ്ണതയാവുന്നതിന് കർത്താവ് പ്രത്യക്ഷപ്പെടുമ്പോൾ, അവൻ റാപ്ചറിൽ അല്ലെങ്കിൽ സെക്കൻഡ് കമ്മിങ്ങിൽ, അവന് രഹസ്യമായിട്ടുള്ള വരവിൽ അവനോടുകൂടെ നമ്മൾ സദർശ്യരായി അവനെപ്പോലെ നമ്മൾ ആയിത്തീരും. അതുവരെ നമ്മൾ ഈ ലോകത്തിലെ നമ്മുടെ പ്രവർത്തനം കൊണ്ട്, നമ്മുടെ ദൈവിക പരിജ്ഞാനം കൊണ്ട് ദൈവസ്ഥനിൽ ഇരിക്കുന്നത് പ്രകാരം നമ്മൾ ആ ആത്മീയമായിട്ട് വളർച്ച പ്രാപിക്കണം. ഇത് പെട്ടെന്ന് അങ്ങ് വരുന്നതല്ല, അത് സ്ലോലി ആയിട്ട് വരുന്നതാണ്. ഒരു കൊച്ചു കുഞ്ഞ് ജനിച്ചങ്ങോട്ട് വീണ ഉടൻ തന്നെ എഴുന്നേറ്റ് ഓടത്തൊന്നുമില്ല. അത് ഗ്രാജുവലി കമന്ന് വീഴും, പിന്നെ പിടിച്ച് നടക്കാൻ തുടങ്ങും, പതുക്കെ അത് നടക്കാൻ തുടങ്ങും, സംസാരിക്കാൻ തുടങ്ങും. ഇൻസ്റ്റൻ്റ് അല്ല എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. ഇതുപോലെ തന്നെ ആത്മീയ വളർച്ചയ്ക്ക് പ്രാർത്ഥന, ദൈവവചന പഠനം, അതുപോലെ അഭിഷേകം, യേശുവിൻ്റെ രക്തത്താലുള്ള വിശുദ്ധീകരണം, ഇതെല്ലാം ആവശ്യമാണ്. ഇങ്ങനെ ആത്മാവിൻ്റെ വരങ്ങളാൽ നമ്മളെ ദൈവം നിറച്ച് അവൻ്റെ ശുശ്രൂഷയ്ക്ക് യോഗ്യരാക്കി നമ്മളെ ബലപ്പെടുത്തി വളർത്തുന്ന ഒരു ദൈവം. ഇതാണ് ഈ ആത്മീയ വളർച്ച എന്ന് പറയുന്നത്. നമുക്കിതെല്ലാം വരും പ്രാർത്ഥന കൂടിയും ദൈവവചന പഠനത്തിൽ കൂടിയും, അതുപോലെ ദൈവം നമ്മളെ അഭിഷേകം ചെയ്യുന്നതിൽ കൂടിയും, ശുശ്രൂഷകൾ വെളിപ്പെട്ട് വരുന്നതിൽ കൂടിയും, ആത്മാവിൻ്റെ വരങ്ങൾ തരുന്നതിൽ കൂടിയൊക്കെ ദൈവം നമ്മളെ വളർത്തും. ഇങ്ങനെ ചെയ്യുന്ന ഒരു ദൈവം പിന്നെ എന്തിനാണ് നമുക്കൊരു സ്പിരിച്വൽ ഡ്രൈനസ് തരുന്നത്? അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. എങ്കിൽ ദൈവം എന്തിനാണ് നമുക്കൊരു സ്പിരിച്വൽ ഡ്രൈനസ് തരുന്നത്? ഈ സ്പിരിച്വൽ ഡ്രൈനസ് തരുന്നത് നമ്മളിലുള്ള അകത്തെയുള്ള മനുഷ്യനെ കൂടുതലായിട്ട് ബലപ്പെടുത്താനായിട്ടാണ്. എന്ന് പറഞ്ഞാൽ ടു ഗീവ് എ സീൽ, നമുക്ക് കൂടുതൽ ഒരു എരിവ് തരിക, നമ്മുടെ ആത്മീയ ജീവിതത്തെക്കുറിച്ച് എരിവ് തരിക. അല്ലെങ്കിൽ വേറൊരു രീതിയിൽ പറഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ ദൈവം നമ്മുടെ ആത്മാവിൽ നിക്ഷേപിക്കാൻ വേണ്ടിയാണ് ഈ നമുക്കൊരു ഡ്രൈനസ് തരുന്നത്. ആത്മീയ ഉയർച്ചയ്ക്ക് മുമ്പ് ആത്മീയ തീഷ്ണത ഉണ്ടാവണം. ആത്മീയ തീഷ്ണത എന്ന് പറഞ്ഞാൽ സീൽ, അത് നമുക്കുണ്ടാവണം. എന്ന് വെച്ചാൽ കർത്താവിൻ്റെ പരിജ്ഞാനത്തിൽ നമ്മൾ വളരാനുള്ള ആഗ്രഹം, നമ്മുടെ ആത്മീയ ജീവിതത്തിലൊരു ഉന്നമനം. ഈ ഉന്നമനത്തിന് ദൈവം പല കാര്യങ്ങൾ തരുന്നുണ്ട്. നമ്മൾ പ്രത്യേകിച്ചും ഈ ഭാഷാവരങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ റലത്തിലേക്ക് കയറാൻ ആവശ്യമുള്ളൊരു സാധനമാണ്. വരങ്ങൾ ആവശ്യമാണ്. പലപ്പോഴും വരങ്ങളെ ജ്വലിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഭാഷാവരമൊക്കെ നമ്മൾ അന്യഭാഷയിൽ കുറേ നേരം സംസാരിക്കാൻ പറ്റിയാൽ പെട്ടെന്ന് നമ്മൾ സ്പിരിച്വൽ റലത്തിലേക്ക് കയറും. ദൂതന്മാരുടെ ഭാഷ, ഭാഷയെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ള അന്യഭാഷ, ദൂതന്മാരുടെ ഭാഷ, ദൈവത്തോട് പറയുന്ന ഭാഷ. എന്നിട്ട് ഈ ഭാഷകളിലൊക്കെ നമ്മൾ സംസാരിക്കാൻ പറ്റിയാൽ പെട്ടെന്ന് സ്പിരിച്വൽ റലത്തിലേക്ക് കയറാനായിട്ട് പറ്റും. സങ്കീർത്തനം 42 1-2 വാക്യങ്ങൾ: മാൻ നീർത്തോളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്ന പോലെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. ആത്മാവ് ചേരുവാൻ, എൻ്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാൻ ഇടയാകും. നമ്മുടെ ഡിസയറാണ് കർത്താവിനോട് ചേരാനുള്ള ഡിസയർ. അതാണ് ഏണസ്റ്റ് ഡിസയർ. നമ്മുടെ ഉള്ളിലുള്ള വലിയ താല്പര്യമാണ്. എന്താണ്? നമ്മളെ അപ്ലിഫ്റ്റ് ചെയ്യാൻ, നമ്മുടെ ആത്മാവിൽ അപ്ലിഫ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ആഗ്രഹിക്കുന്നു. അങ്ങനൊരു ദാഹം നമുക്കുണ്ടാവും. ജഡത്തിൽ നമ്മൾ ജീവിക്കുന്നിടത്തോളം കാലം അത് നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് വലിയ പ്രയാസമാണ്. അതുകൊണ്ട് നമ്മൾ പരിശുദ്ധാത്മാവിൽ നിറയുവാൻ, ആത്മീയ മണ്ഡലത്തിൽ കൂടുതൽ പ്രവേശിക്കുവാൻ, സ്പിരിച്വൽ റലത്തിലേക്ക് കയറുവാൻ
പരിശുദ്ധാത്മാവ് ചിലപ്പോഴേ നമുക്ക് ഒരു ഡ്രൈനെസ് കൊണ്ടുതരാം. നിങ്ങൾ കൂടുതൽ ആഗ്രഹിക്കണം അതിനു വേണ്ടി. ചെറിയ ദൈവസാന്നിധ്യത്തിൽ നിന്ന് നമ്മൾ വലിയ ഉയർച്ച പ്രാപിക്കാനായിട്ടുണ്ട്. ഞാനൊരു പാപവും ചെയ്യുന്നില്ല, ഞാൻ രാവിലെ എഴുന്നേറ്റ് മുഴുവൻ പ്രോപ്പറായിട്ട് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, ഞാനൊരു പാപവും ചെയ്യുന്നില്ല, ഒരു തെറ്റിലും പോകുന്നില്ല, എന്നാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നാവിനൊരു കെട്ട്, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ചിലപ്പോഴത് പരിശുദ്ധാത്മാവിനാൽ സൃഷ്ടിക്കപ്പെട്ടതുമാണ്. എന്തിനാണ്? അവൻ്റെ സാന്നിധ്യത്തിനായി നമ്മൾ കൂടുതലായിട്ട് ഡിസയർ ചെയ്യണം. അതിന് നമ്മൾ എന്തോ ചെയ്യേണ്ടേ? നമ്മൾ അനുതാപം കൊണ്ട്, നമ്മൾ വിശുദ്ധി കൊണ്ട്, നമ്മുടെ വരങ്ങളെ കൊണ്ട് എന്നെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ ഒരു പ്രാർത്ഥന നമ്മളിലേക്ക് വരണം. യോഹന്നാൻ 7:37 പറയുന്ന, ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നുവെച്ചാൽ എൻ്റെ അടുക്കൽ വരട്ടെ. യു ഹാവ് ടു കം ടു മീ. നമ്മുടെ ജഡം എന്തോ പറയും? വരണ്ട വരണ്ട വരണ്ട, മാറി നിൽക്കുക. അപ്പോൾ ജീവജലം കുടിക്കണമെങ്കിൽ അവൻ്റെ അരികിലേക്ക് പോകണം. ആത്മീയ വരൾച്ച വരുമ്പോൾ നമ്മൾ ദൈവസാന്നിധ്യത്തിന് വേണ്ടി നമ്മൾ കരയും. കാരണം യേശുവിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. ദൈവസാന്നിധ്യം പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. അപ്പോഴേ നമ്മൾക്ക് ഒരു ആത്മീയ വരൾച്ചയാണ്, നമുക്കൊരു താല്പര്യം ഇല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹം വരികയാണ് ഉള്ളിൽ, എങ്ങനെയെങ്കിലും ദൈവത്തിന്. അതുകൊണ്ട് ചിലപ്പോൾ ഒരു ഗിൽറ്റിനെസ് പോലും നമ്മുടെ ജീവിതത്തിൽ വരുന്നതിൻ്റെ കാര്യം, അത് നമ്മൾ കൂടുതലായിട്ട് ആഗ്രഹിക്കും. അങ്ങനെയാണ് നമ്മൾ വളരാനായിട്ട് വീണ്ടും തുടങ്ങുന്നത്. അപ്പോഴേ ഉടമ്പടികൾ നമ്മൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ചിട്ടുള്ള പല കാര്യങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കാനായിട്ട് പോകും. വ്യക്തിപരമായ ബന്ധത്തിൽ നിന്ന്, ശുശ്രൂഷയുടെ മുഖത്ത് നിന്ന് പല കവനൻറ്റുകൾ, ഉടമ്പടികൾ സൃഷ്ടിക്കപ്പെടും. നമ്മൾ പലപ്പോഴും ചെയ്തിട്ടുണ്ടാവും അല്ലേ, വ്യക്തിപരമായിട്ടും ഒക്കെ. എന്നാൽ അത് നമ്മൾ ഫുൾഫിൽ ചെയ്യാതെ വരുമ്പോൾ നമുക്കൊരു ഡ്രൈനെസ് വരും. അതുകൊണ്ട് നമ്മൾ ഈ ദൈവത്തിലേക്കുള്ള ആഗ്രഹം, ഡിസയർ ടു ഗ്രോ, അത് ധാരാളമായിട്ട് നമ്മളിലേക്ക് വരണം. അതിനുവേണ്ടിയാണ് ദൈവം പലപ്പോഴും ഈ ഡ്രൈനെസ് നമുക്ക് കൊണ്ടുവരുന്നത്. രണ്ടാമത്, എന്തിനാണ് ദൈവം ഈ ഡ്രൈനെസ് നമുക്ക് തരുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ പേഴ്സണലായിട്ട് നമ്മളെ ഒന്ന് എളിമപ്പെടുത്താൻ, ടു മേക്ക് എ ഹംബിൾ. ഈ ഡ്രൈനെസ് വരുമ്പോഴാണ് നമ്മൾ പലപ്പോഴും റിപ്പൻറ്റൻസിലേക്ക് പോകുന്നത്, അനുതാപത്തിലേക്ക് പോകുന്നത്. എൻ്റെ മജ്ജ വേനൽക്കാലത്തെ ഉഷ്ണത്താൽ എന്ന പോലെ വറ്റിപ്പോയി. സങ്കീർത്തനം 32:4 അത് പറയുന്നത്. എൻ്റെ മജ്ജ വേനൽക്കാലത്തെ ഉഷ്ണത്താൽ എന്ന പോലെ വറ്റിപ്പോയി. അപ്പോൾ എന്ത് ചെയ്തു? ദാവീദ് പറയുന്നതാണ്, അപ്പോൾ എന്ത് ചെയ്തു? എൻ്റെ പാപം നിന്നോട് അറിയിച്ചു, എൻ്റെ അകൃത്യം മറച്ചതുമില്ല, എൻ്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു വന്നു. 5-ാമത്തെ വാക്യമാണ്. ഒളിഞ്ഞിരിക്കുന്ന പാപത്തിൽ നിന്നുള്ള മോചനം ദൈവം തരികയാണ്. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ ദൈവം നമ്മളോട് ഈ പാപങ്ങളൊക്കെ പലതും നമുക്ക് ഏറ്റുപറയാത്ത പാപങ്ങൾ പോലും ദൈവം നമുക്ക് ഒളിഞ്ഞിരിക്കുന്നതൊക്കെ വെളിപ്പെടുത്തി തരും. ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, അവൻ നിങ്ങളോട് അടുത്തോട്ട് വരും. യാക്കോബ് 4:8 പറയുന്നതാണ്. ദൈവത്തിൻ്റെ അടുത്തോട്ട് കയറി ചെല്ലാനായിട്ടുള്ളൊരു ആഹ്വാനം. അപ്പോഴേ നമ്മളെ ഒന്ന് ഹംബിളാക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. അതാണ് ഡ്രൈനെസ് വരാനുള്ള കാര്യം. അതുപോലെ തന്നെ നമ്മളെ മൂന്നാമതൊരു കാര്യം കൂടെ അതിനകത്ത് പറഞ്ഞിട്ട് ഞാൻ ഇന്നത്തെ എൻ്റെ വാക്കുകളിവിടെ അവസാനിപ്പിക്കാം. പരിശുദ്ധാത്മാവ് ചില കാര്യങ്ങൾ നമ്മുടെ വിശ്വാസത്തെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ശക്തിപ്പെടുത്താനായിട്ട് ചില കാര്യങ്ങളെ പഠിപ്പിക്കുകയാണ്. എനിക്ക് ദൈവസാന്നിധ്യം അനുഭവിക്കാൻ സാധിച്ചില്ല എങ്കിലും എൻ്റെ യേശു എൻ്റെ കൂടെയുണ്ട്. അല്ല, ദൈവസാന്നിധ്യമല്ല, നേരത്തെ പറഞ്ഞാണ് നമ്മൾ ദ പ്രസൻസ് ഓഫ് ഗോഡ്, ഓംനി പ്രസൻ്റ് ആയിട്ടുള്ള സർവ്വ സാന്നിധ്യമുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളോടുകൂടെയുണ്ട്. എന്നാൽ അത് ഒരു ആക്റ്റീവ് പ്രസൻസ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല പലപ്പോഴും. എൻ്റെ വിശ്വാസത്തെ ആക്ടിവേറ്റ് ചെയ്യുവാൻ അത് നടക്കുന്നില്ല. അതുകൊണ്ട് ചിലപ്പോഴും എനിക്കൊരു ഡ്രൈനെസ് വരാം. വിശ്വാസം എന്നത് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണെന്ന് നമുക്കറിയാം. നിന്നെ ഒരു നാളും തള്ളിക്കളയുകയല്ല എന്നുള്ള കൺഫർമേഷൻ നിനക്ക് ഈ ഡ്രൈനെസ്സിൽ കൂടി വരും. ശുശ്രൂഷ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഡ്രൈനെസ് വരും. അത് നമ്മുടെ വിശ്വാസം എക്സസൈസ് ചെയ്യാനാണ്, ആക്ടിവേറ്റിംഗ് യുവർ ഫെയ്ത്ത്. ഈ ശുശ്രൂഷകളൊക്കെ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന സമയത്ത് പോലും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ചില സമയങ്ങളിൽ അനുഭവിക്കാതെ ഇരിക്കും. കാരണം വിശ്വാസം ട്രെയിൻ ചെയ്യുന്നുണ്ട്, നമ്മളെ പലരും ട്രെയിൻ ചെയ്യുന്നുണ്ട്. എന്നാൽ അഭിഷേകം വരുമ്പോഴാണ്
ഈ പൈശാചി ശക്തികൾ മാറിപ്പോവുകയും അവിടെയൊക്കെ ഒരു ഡെലിവറൻസ് വരികയും ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ചില സമയങ്ങളിൽ അവിടെയും ട്രൈ ആയി പോകുന്നതായിട്ട് കാണാം. എന്തിനു വേണ്ടിയാണ്? ഐ ഹാവ് ടു ആക്ടിവേറ്റ് മൈ ഫെയ്ത്ത്. എൻ്റെ വിശ്വാസത്തെ വീണ്ടും പുനർജീവിപ്പിക്കണം. പുനർജീവിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വിശ്വാസം നഷ്ടപ്പോയിട്ടൊന്നുമല്ല. യെസ്, എനിക്ക് പറയണം, ആ വിശ്വാസത്തിനകത്തൊരു അഭിഷേകമുണ്ട്. കർത്താവിൻ്റെ സന്നിധിയിൽ ഞാൻ പൂർണ്ണമായിട്ട് ആശ്രയിക്കുകയാണ്. ദർ ഈസ് നോ എക്സ്പീരിയൻസ് ഓഫ് അനോയിൻറ്റിങ്. അങ്ങനെ ഇരിക്കുന്ന ഒരവസ്ഥയിൽ പൂർണ്ണ ഹൃദയത്തോട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഞാൻ ചെല്ലുകയാണ്. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. നേരത്തെ ഞാൻ ഇനി അത് അനോയിൻറ്റിങ് നമ്മൾ പഠിക്കുമ്പോൾ അനോയിൻറ്റിങ്ങിൻ്റെ സിംറ്റംസ് ഒക്കെ നമ്മൾ പറയും. നമുക്കൊരു എക്സ്പീരിയൻസ് ഇല്ല, അനോയിൻറ്റിങ്ങിൻ്റെ എക്സ്പീരിയൻസ് ഇല്ല, ട്രൈ ആയിട്ടിരിക്കുന്ന ഒരു അനുഭവം. അവിടെ കൂടുതലായിട്ട് ദൈവത്തെ ആശ്രയിക്കാനായിട്ട് ദൈവം പഠിപ്പിക്കുന്നു. സാർശ്യവാക്യം 3:5 പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക. പൂർണ്ണ ഹൃദയത്തോട് എന്നുവെച്ചാൽ എല്ലാം ദൈവമാണ് സകലതും ചെയ്യുന്നതെന്നുള്ളൊരു ആശ്രയം വരിക. അപ്പോൾ നമ്മൾ ഇന്ന് ജനറലായിട്ട് ചിന്തിച്ചത് എന്താണ് ഈ സ്പിരിച്വൽ ഡ്രൈനസ്. ഈ സ്പിരിച്വൽ ഡ്രൈനസിൻ്റെ കാരണങ്ങളെ, ഈ സ്പിരിച്വൽ ഡ്രൈനസ് ദൈവം കൊണ്ടുവരുന്ന സ്പിരിച്വൽ ഡ്രൈനസിനെ കുറിച്ചാണ് നമ്മളിന്ന് പഠിച്ചത്. അതായത് ഇത് നമ്മുടെ ജീവിതങ്ങളിൽ ഈ ഒരു സീസണിൽ ഉണ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങളതുകൊണ്ട് നിരാശപ്പെടാണ്ട് പോകേണ്ട ആവശ്യമില്ല. ദൈവത്തിൽ കൂടുതലായിട്ട് ആശ്രയിക്കുകയും ഈ ആത്മീയമായിട്ട് നമ്മളെ ഉയർത്തുവാനായിട്ട് അത് കാരണമായി തീരുകയും ചെയ്യും. കാരണം ഈ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം അങ്ങ് ഡള്ളായിരിക്കുന്ന സമയത്തും ദൈവത്തിൽ ആശ്രയിക്കാനും നമ്മളെ തന്നെ ഹമ്പിളാക്കാനും നമ്മുടെ ഫെയ്ത്തിനെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ടുമാണ് ദൈവം ഈ സ്പിരിച്വൽ ട്രൈനസ് തരുന്നത്. ഞാൻ ഇവിടെ ഇന്ന് നിർത്തുകയാണ്. നമ്മൾ ഇനിയും ഒരു എപ്പിസോഡൂടെ എടുത്തിട്ട് നമ്മൾ ഈ ബാക്കിയുള്ള കാരണങ്ങൾ വിശകലനം ചെയ്ത് ഈ സ്പിരിച്വൽ ഡ്രൈനസിൽ നിന്ന് നമ്മൾ പുറത്തു വരാനായിട്ട് പ്രാർത്ഥിക്കും. നിങ്ങൾ തീർമാനമായി കാണുക. ഇന്നത്തെ ചിന്തകൾ നമുക്ക് പ്രയോജനമായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പലരും കർത്താവെ സ്പിരിച്വൽ ഡ്രൈനസിൽ കൂടി കടന്നു പോകുന്ന ആൾക്കാരുണ്ടല്ലോ. അവരുടെ ജീവിതത്തിലൊക്കെ കർത്താവെ പ്രാർത്ഥിക്കാനായിട്ട് പറ്റുന്നില്ല. നാവിൽ കെട്ടിരിക്കുന്ന പോലെ കർത്താവെ അവർക്ക് പലതിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ദൈവവചനം വായിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയുള്ള പല പ്രയാസങ്ങൾ കൂടി കടന്നു പോകുന്നു. കർത്താവെ, ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു, നീ ഈ ദിവസങ്ങൾ അവരെ വലിയൊരു വിടുതലയക്കണം. ദൈവസന്നിധിയിൽ ഹംബിൾ ചെയ്യുവാൻ, ദൈവത്തിൻ്റെ കർത്താവെ അന്യഭാഷയിലൊന്ന് പ്രാർത്ഥിപ്പാൻ ഒക്കെയുള്ള കൃപ ഈ ദിവസങ്ങൾ കൊടുക്കുകയും സഹായിക്കുകയും ചെയ്യണം. അവരുടെ ഫെയ്ത്തിനെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്യുവാൻ, ഒന്ന് കർത്താവെ അനോയിൻമെൻറ്റ് തിരിച്ചു വരുവാൻ കർത്താവെ നീ ഇടവരുത്തുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവരെ ബലപ്പെടുത്തണം, സഹായിക്കണം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ആമേൻ. തീർച്ചയായും നിങ്ങൾക്ക് പ്രയോജനമായി എന്ന് വിചാരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ സ്പിരിച്വൽ ഗ്രോത്തിൻ്റെ പല ആസ്പെക്റ്റുകളാണ് നമ്മൾ ഈ സംസാരിക്കുന്നത്. നേരത്തെ പൈശാചി അറ്റാക്കുകളെല്ലാം പറഞ്ഞ് ഏകദേശമൊക്കെ തീർന്നതാണ്. ഇനി സ്പിരിച്വൽ ഗ്രോത്തിൻ്റെ ഡിഫറെൻ്റ് ആസ്പെക്റ്റുകളാണ് നമ്മൾ സംസാരിക്കുന്നത് എല്ലാം തന്നെ. ഇതെല്ലാം നമുക്ക് ദൈവത്തിൻ്റെ വചനവും അല്ലെങ്കിൽ പ്രാർത്ഥനയും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലും അധിഷ്ഠിതമായി വളരാനായിട്ട് നമ്മളെ സഹായിക്കും. ഇങ്ങനെ വളർന്ന് നമ്മൾ മേലോട്ട് പോകുമ്പോഴാണ് നമ്മുടെ പർപ്പസിൽ എത്തിച്ചേരുകയും നമ്മൾ ദൈവത്തിൻ്റെ ഇഷ്ട മക്കളായി തീരുകയും ചെയ്യുന്നത് മറന്നു പോകരുത്. ആ ഒരു പർപ്പസിന് വേണ്ടിയാണ് നമ്മൾ ഇതെല്ലാം ഇതുവരെയും ഈ 10-60 എപ്പിസോഡുകൾ നേരത്തെ കൊണ്ടുവന്ന് ഇതിൽ നിന്നെല്ലാം നമ്മൾ വിടുതൽ പ്രാപിച്ച് മുമ്പോട്ട് പോകണം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. ഫസ്റ്റ് സൺഡേ മീറ്റിങ്ങിൻ്റെ താല്പര്യമുള്ളവർ നിങ്ങൾ നമ്പർ അയച്ചു തന്നാൽ നിങ്ങളെ ആഡ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ പ്രെയർ റിക്വസ്റ്റുള്ള വാട്സാപ്പ് നമ്പറിൽ അയച്ചു തന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.